സാറ് അങ്ങ് പറഞ്ഞ ആർഗ്യുമെൻ്റ് ഒരു പൗരൻ എന്ന നിലയിൽ എനിക്ക് വളരെ സ്വാഗതാർഹമായി തോന്നി. കാരണം ഇവിടെ ടീം UDF എന്ന നിലയിലാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് എന്ന്. വളരെ സ്വാഗതാർഹമായ ഒരു കാര്യം തന്നെയാണത്. ഇവിടെ ഒരു പ്രശ്നം, ഈ ടീം UDFനെ നയിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നും സ്വീകരിച്ചിരുന്ന ഒരു സമീപനത്തിൽ അവർക്കൊരു പാരമ്പര്യമുണ്ട്. ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിലെ ഇന്ദിരയെ വിളിക്കൂ, ഇന്ത്യയെ രക്ഷിക്കൂ എന്ന് പറഞ്ഞ പാർട്ടിയാണ്. അതിൽ ഹൈക്കമാൻഡിന് വളരെ വലിയൊരു സ്വാധീനം എല്ലാ കാലത്തും കോൺഗ്രസിൻ്റെ മുകളിലുണ്ടായിട്ടുണ്ട്. കേരളത്തിലെ ജനങ്ങളുടെ മുകളിലും ഒരു പരിധിവരെ ഉണ്ടായിട്ടുണ്ട്, രാജീവ് ഗാന്ധി വരെയുള്ള കാലഘട്ടങ്ങളിലെങ്കിലും. പക്ഷേ ഇന്ന് ഹൈക്കമാൻഡ് വളരെ നാമമാത്രമായ ഒരു സാന്നിധ്യമായി എന്ന് മാത്രമല്ല, ചെറുപ്പക്കാരെ, അതായത് പുതുതലമുറയെ ആവേശം കൊള്ളിക്കത്തക്ക വിധത്തിൽ ഒരു നേതാവായി ഉയരാൻ രാഹുൽ ഗാന്ധിക്ക് കഴിയുന്നില്ല. ടീം UDFൻ്റെ കാര്യം ഞാൻ തീർച്ചയായിട്ടും അംഗീകരിക്കുന്നു. പക്ഷേ അഖിലേന്ത്യാ തലത്തിൽ കോൺഗ്രസിനെ നയിക്കുന്ന രാഹുൽ ഗാന്ധിക്ക് ആ തലത്തിലേക്ക് എത്താൻ കഴിയുന്നില്ല. അതിൻ്റെ ഒരു പ്രതിഫലനം നമ്മുടെ ചെറുപ്പക്കാരുടെ ഇടയിലുണ്ടാകും. കാരണം കേരളമെന്ന് പറയുന്നത് ഇന്ത്യയിലെ ഒരു സംസ്ഥാനമാണ്, ഒറ്റപ്പെട്ട ഒരു തുരുത്തല്ല. അപ്പോൾ ഇന്ത്യയിൽ ഇങ്ങനെ വലിയ വികസനവുമായി ഇന്ത്യ ഗവൺമെൻറ് മുന്നോട്ട് പോകുമ്പോൾ അത്തരമൊരു തീരുമാനത്തിലേക്ക്, അല്ലെങ്കിൽ അത്തരമൊരു തലത്തിലേക്ക് ദേശീയ രാഷ്ട്രീയത്തെ ഉയർത്തിയെടുക്കാൻ രാഹുൽ ഗാന്ധിക്ക് കഴിയുന്നില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സമ്മിറ്റ് നടക്കുമ്പോൾ ഒരു ഇൻ്റർനാഷണൽ സമ്മിറ്റാണ്. അവിടേക്ക് കോൺഗ്രസ്സുകാർ കടന്നു ചെല്ലുക, അവിടെ ബഹളമുണ്ടാക്കുക. അദ്ദേഹം തന്നെ പാർലമെൻറ്റിൽ നടത്തുന്ന പ്രസംഗങ്ങൾ ഞാൻ പലപ്പോഴും പല അഭിമുഖത്തിലും പറഞ്ഞിട്ടുണ്ട്. പാർലമെൻറ്റിൽ പ്രസംഗം നടത്തുമ്പോൾ ഞാൻ ശ്രദ്ധിക്കുന്നത് അങ്ങയുടെ പ്രസംഗം ശ്രദ്ധിക്കും, ഡോക്ടർ ശശി തരൂരിൻ്റെ പ്രസംഗം ശ്രദ്ധിക്കും. ബാക്കി ആർക്കും കാര്യമായി പാർലമെൻറ്റിലെ ചർച്ചകളിൽ പങ്കെടുക്കാൻ കഴിയുന്നില്ല, അഭിപ്രായങ്ങൾ പറയാൻ പറ്റുന്നില്ല, കൃത്യമായൊരു വിമർശനം ഉന്നയിക്കാൻ പോലും കഴിയുന്നില്ല. അപ്പോൾ താരതമ്യേന ദുർബലമായ ഒരു ഹൈക്കമാൻഡ് നയിക്കുന്ന കോൺഗ്രസ്സിന് 2026 തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഈ കോൺഗ്രസ്സിനെ ഇതുപോലെ നിർത്താൻ കഴിയുമോ? ടീം UDFന് അക്കാര്യത്തിൽ എന്താണ് കോൺഗ്രസ്സിനകത്തെ ആഭ്യന്തര കലാപം പരിഹരിക്കാൻ ചെയ്യാൻ കഴിയുന്നത്? ഒന്ന്, രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഗാന്ധി ഇന്നൊരു അഭിപ്രായ ഐക്യം സിദ്ധിച്ച് ലീഡർ ഓഫ് ഒപ്പോസിഷൻ എന്ന നിലയിലേക്ക് ലോക്സഭയിൽ ഉയർന്നു വന്നിട്ടുള്ള നേതാവാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം, ഇന്ത്യ മുന്നണിക്ക് 234 സീറ്റ് കിട്ടിയതിൻ്റെ നേതൃപരമായ പങ്കുവഹിച്ചത് കോൺഗ്രസും ശ്രീ രാഹുൽ ഗാന്ധിയുമാണ്. ഇപ്പോൾ പാർലമെൻറ്റിൽ അദ്ദേഹത്തെ പെർഫോമൻസ്, അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ, ഒരുപക്ഷെ പാർലമെൻ്ററി നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തരത്തിലുള്ള ന്യൂനതകൾ ഉണ്ടെങ്കിൽ പോലും അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവരുന്ന വിഷയങ്ങൾക്ക് രാജ്യത്ത് ലഭിക്കുന്ന സ്വീകാര്യത വളരെ വലുതാണ്. കാരണം ഏറ്റവും ഒടുവിൽ അദ്ദേഹം പാർലമെൻറ്റിൽ നടത്തിയ പ്രസംഗത്തിൽ ചൂണ്ടിക്കാണിച്ച പല വിഷയങ്ങളെ സംബന്ധിച്ചിടത്തോളം ചൈനീസ് അധിനിവേശത്തെ പ്രതിരോധിക്കുന്നതിൽ ഇന്ത്യൻ ആർമിക്കും ഇന്ത്യൻ ഗവൺമെൻറ്റിനും സംഭവിച്ച, ആർമിക്കല്ല സത്യത്തിൽ രാഷ്ട്രീയ നേതൃത്വത്തിനുണ്ടായ ഒരു അപജയത്തെ സംബന്ധിച്ച് ചൂണ്ടിക്കാണിച്ച ഘട്ടങ്ങളിലൊക്കെ അത് രാജ്യത്ത് വലിയ ചർച്ചയായി. രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ, രാഹുൽ ഗാന്ധിയുടെ നിലപാടുകൾ രാജ്യത്ത് നല്ലതുപോലെ ചർച്ച ചെയ്യുന്നുണ്ട്. അതുമാത്രവുമല്ല, പുതുതലമുറയുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങൾ അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ പ്രസംഗത്തിൽ ഇന്ത്യ US അഗ്രിമെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡേറ്റയുടെ പ്രാധാന്യത്തെ സംബന്ധിച്ച്, വരാനിരിക്കുന്ന കാലഘട്ടത്തിൽ ഇന്ത്യ വികസിതമാകേണ്ടുന്നതിന് സ്വീകരിക്കേണ്ടുന്ന നയങ്ങളെ സംബന്ധിച്ചൊക്കെ കൃത്യമായ വീക്ഷണത്തോടു കൂടിയാണ് അദ്ദേഹം രാഷ്ട്രീയ നിലപാട് പാർലമെൻറ്റിനകത്തും പുറത്തും സ്വീകരിക്കുന്നത്. അപ്പോൾ ഹൈക്കമാൻഡിനെ സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസിനെ സംബന്ധിച്ച് ഹൈക്കമാൻഡ് എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം, പലപ്പോഴും അത് നെഹ്റുവിയൻ കുടുംബവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സ്ഥിതിയാണ്. ഇപ്പോഴും ആ തരത്തിൽ എല്ലാ കാര്യങ്ങളിലും അന്തിമമായ തീരുമാനമെടുക്കുന്നത് കോൺഗ്രസ് നേതൃത്വം, ഇപ്പോൾ ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് ഹൈക്കമാൻഡാണ് എന്നുള്ളത് കൊണ്ട് ആ ഹൈക്കമാൻഡിൻ്റെ തീരുമാനം എന്തായാലും, പ്രത്യേകിച്ചും സംഘടനാപരമായി, കോൺഗ്രസ്സിന് സംഘടനാപരമായി ഏറ്റവും മെച്ചപ്പെട്ട സംവിധാനമുള്ളൊരു സംസ്ഥാനമാണ് കേരളം അത് തീർച്ചയായും സ്വീകരിക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അതിലൊന്നും ഒരഭിപ്രായ വ്യത്യാസവും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞുണ്ടാകില്ല. സാർ പറഞ്ഞത് വളരെ ശരിയാണ്. ഹൈക്കമാൻഡിൻ്റെ തീരുമാനമായിരിക്കും സത്യത്തിൽ തെരഞ്ഞെടുപ്പിന് ശേഷം ആര് മുഖ്യമന്ത്രിയാകണം എന്നത്. സ്വാഭാവികമായും ഹൈക്കമാൻഡിന് ആ കാര്യത്തിൽ നിർണായകമായ സ്വാധീനം ചെലുത്താൻ കഴിയും. അതുതന്നെയായിരിക്കും നടക്കാൻ പോകുന്നത് എന്നാണ് എൻ്റെയും വിശ്വാസം. അപ്പോൾ അങ്ങയുടെ ഉത്തരം തന്നെ കേരളത്തിലെ മുഖ്യമന്ത്രി ആരായിരിക്കും എന്നുള്ളതിൻ്റെ ഒരു സൂചനയുണ്ട് എന്നെനിക്ക് തോന്നുന്നു. കാരണം കേരളത്തിലെ BD സതീശൻ്റെ ഒരു ക്ലെയിമാണ്, അദ്ദേഹം സിറ്റിംഗ് പ്രതിപക്ഷ നേതാവാണ്, മുഖ്യമന്ത്രിയാകണം എന്നുള്ളത്. രമേശ് ചെന്നിത്തല വളരെ സീനിയറാണ്,
കഴിഞ്ഞ ടീമിൽ പ്രതിപക്ഷ നേതാവായിരുന്നു എന്ന് മാത്രമല്ല ഗവൺമെൻറ്റിനെതിരെ ഏറ്റവും എഫക്റ്റീവായിട്ട് ഫൈറ്റ് ചെയ്ത ഒരു പ്രതിപക്ഷ നേതാവ് തീർച്ചയായിട്ടും രമേശ് ചെന്നിത്തലയായിരുന്നു. അദ്ദേഹം വളരെ സ്വീകാര്യനാണ്, വളരെ സീനിയർ നേതാവാണ്. അപ്പോൾ സ്വാഭാവികമായും ഹൈക്കമാൻഡിൻ്റെ ഒരു തീരുമാനം ആത്യന്തികമായിട്ട് വരികയാണെങ്കിൽ രമേശ് ചെന്നിത്തലയെയും അതുപോലെ തന്നെ വി.ഡി. സതീശനെയും ഒഴിച്ചു നിർത്തി കെ.സി. വേണുഗോപാൽ കേരളത്തിലെ മുഖ്യമന്ത്രിയായാൽ അത്ഭുതപ്പെടേണ്ടതുണ്ടോ എന്നാണ് എനിക്ക് അങ്ങോട്ട് ചോദിക്കുന്ന സംശയം. പൂർണ്ണമായും കോൺഗ്രസിൻ്റെ ഒരു ആഭ്യന്തര വിഷയമാണ്. ആ കാര്യത്തെ സംബന്ധിച്ച് ഞാനൊരു അഭിപ്രായം പറയുന്നത് ഒരിക്കലും ഉചിതമല്ല. ഞങ്ങളോട് അഭിപ്രായം ചോദിച്ചാൽ തീർച്ചയായിട്ടും ഞങ്ങൾ അഭിപ്രായം പറയും. പക്ഷേ ഈ കാര്യത്തെ സംബന്ധിച്ച് കോൺഗ്രസ് ഹൈക്കമാൻഡും കോൺഗ്രസ് പാർലമെൻ്ററി പാർട്ടിയും എടുക്കേണ്ട തീരുമാനത്തെ സംബന്ധിച്ച് ഞാൻ അഭിപ്രായം പറയുന്നത് ഒട്ടും യുക്തിസഹമല്ല, അത് രാഷ്ട്രീയ മര്യാദയ്ക്ക് നിരക്കുന്നതുമല്ല. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ഈ പറഞ്ഞവരൊക്കെ തന്നെ വളരെ കോമ്പീറ്റൻ്റ് ആയിട്ടുള്ളവരാണ്. ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ക്വാളിഫിക്കേഷൻസ് ഉണ്ട്, അവരുടേതായിട്ടുള്ള സവിശേഷമായിട്ടുള്ള പലതരത്തിലുള്ള സവിശേഷതകളും അവരെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ച് പറഞ്ഞത് ശരിയാണ്. അതുപോലെ ശ്രീ വി.ഡി. സതീശൻ വേറൊരു തലത്തിലാണ്, ശ്രീ കെ.സി. വേണുഗോപാൽ, അങ്ങനെ നിരവധി പേർ, ഈ 3 പേർ മാത്രമല്ല നിരവധി പേർ, ശ്രീ കെ. മുരളീധരൻ ഉൾപ്പെടെയുള്ളവർ, അങ്ങനെ എത്രയോ പേർ കോൺഗ്രസ് നേതൃനിരയിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വളരെ കോമ്പീറ്റൻ്റായി പരിഗണിക്കാൻ പര്യാപ്തമായിട്ടുള്ള പേരുകൾ ഉള്ളപ്പോൾ ഹൈക്കമാൻഡിനെ സംബന്ധിച്ചിടത്തോളം അതിൽ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ കേരളത്തിലെ പാർട്ടി താല്പര്യത്തിൻ്റെയും പാർലമെൻ്ററി പാർട്ടി താല്പര്യത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ഒരു തീരുമാനമെടുക്കുമ്പോൾ അത് ഏകപക്ഷീയമായി അടിച്ചേൽപ്പിക്കലായിരിക്കില്ല, പക്ഷപാതപരമായിരിക്കില്ല എന്ന ആത്മവിശ്വാസമാണ് എനിക്കുള്ളത്. അത് നമ്മൾ സമീപ ദിവസങ്ങളിലെയൊക്കെ പ്രഖ്യാപനങ്ങൾ കണ്ടാൽ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. എല്ലാവരെയും അക്കോമഡേറ്റ് ചെയ്തു പോകുന്ന ഒരു സമീപനമാണ് ഇപ്പോൾ സ്വീകരിക്കുന്നത്. ഇപ്പോൾ ക്യാമ്പയിൻ കമ്മിറ്റിയുടെ ചെയർമാനായി ശ്രീ രമേശ് ചെന്നിത്തലയെ നിയോഗിച്ചു, വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. അതുപോലെ തന്നെ മാനിഫെസ്റ്റോ കമ്മിറ്റിയുടെ ചെയർമാനായി ശ്രീ ബെന്നി ബെഹനാനെ നിശ്ചയിച്ചു. അപ്പോൾ എല്ലാവരെയും ഉൾക്കൊള്ളുകയും എല്ലാവരെയും അക്കോമഡേറ്റ് ചെയ്യുകയും ചെയ്യുന്നൊരു സമീപനം കോൺഗ്രസ് ഹൈക്കമാൻഡ് സ്വീകരിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ നിലവിലുള്ള എല്ലാ പ്രശ്നങ്ങളെയും ബോധ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഈ കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് വളരെ യുക്തിസഹവും ശരിയുമായ നിലപാട് സ്വീകരിക്കുന്നു എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് തന്നെയാണ് ഒരു അപസ്വരങ്ങളുമില്ല. ഇപ്പം വി.ഡി. സതീശൻ നയിക്കുന്ന ജാഥ, വി.ഡി. സതീശൻ നേതാവായി നയിക്കുന്ന ജാഥ, ആ ജാഥയിൽ എല്ലാവരും പൂർണ്ണ മനസ്സോടുകൂടിയാണ്, തുറന്ന ഹൃദയത്തോടു കൂടിയാണ് എല്ലാവരും ആ ജാഥയുമായി സഹകരിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, സമീപകാല ചരിത്രത്തിൽ ഒന്നും ഉണ്ടാകാത്ത ഒരു അനിതര സാധാരണമായിട്ടുള്ള ഐക്യവും യോജിപ്പും കോൺഗ്രസ് നേതൃനിരയിൽ കേരളത്തിൽ രൂപപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളത് ഹൈക്കമാൻഡിൻ്റെയും കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെയും വലിയ വിജയം തന്നെയാണ്. സർ, ഇവിടെയുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, പിണറായി സർക്കാരിനെതിരെ അതിശക്തമായ ജനവികാരം കേരളത്തിലുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. പക്ഷേ ആ ജനവികാരം മുതലെടുക്കാൻ കോൺഗ്രസിന് എത്ര കഴിഞ്ഞു എന്ന് പരിശോധിക്കുമ്പോൾ നമ്മുടെ നിയമസഭാ നടപടികൾ മാത്രം നോക്കിയാൽ മതി. മുഖ്യമന്ത്രിക്കെതിരെ വളരെ ശക്തമായ ആരോപണമാണ് മാത്യു കുഴൽനാടൻ ഉയർത്തിക്കൊണ്ടുവന്നത്. പക്ഷേ അദ്ദേഹത്തിനെ പിന്തുണയ്ക്കാൻ കോൺഗ്രസ് എത്രമാത്രം തയ്യാറായി? അതുപോലെ തന്നെ ഡാറ്റാ മോഷണവുമായി ബന്ധപ്പെട്ട് ശ്രീ രമേശ് ചെന്നിത്തല കൊടുത്ത കേസുകൾ, സ്പ്രിംഗ്ലറുമായിട്ട് ബന്ധപ്പെട്ട കേസുകൾ, ഇതൊന്നും കോൺഗ്രസിൻ്റെ നേതൃത്വം ആ പാർട്ടി അത് ഏറ്റെടുത്തതായിട്ട് ഞാൻ കാണുന്നില്ല. ഇവരിതൊന്നും ഏറ്റെടുത്തില്ലെങ്കിൽ പോലും ഭരണവിരുദ്ധ വികാരം ഇവിടെ ഉണ്ട്, അതിൻ്റെ തണലിൽ വരാം എന്നുള്ളതല്ലാതെ ഭരണവിരുദ്ധ വികാരത്തിനെ ചാനലൈസ് ചെയ്യുന്ന ഒരു പ്രക്രിയയും കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ട് ഞാൻ കാണുന്നില്ല. ഇപ്പോൾ തന്നെ അതിൻ്റെ ഭാഗമായി നടക്കുന്ന ഇൻറ്റേർണൽ ഫൈറ്റ്സ് അത് കോൺഗ്രസിനകത്ത് രൂക്ഷമാവുകയും നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത് പോലെ 2026 UDF അധികാരത്തിൽ വന്നാൽ സുസ്ഥിരമായൊരു ഗവൺമെൻറ് ഉണ്ടാക്കാൻ കഴിയുമോ? അതായത് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പോലും ഭരണപക്ഷത്തെ പ്രതിക്കൂട്ടിലാക്കി നിർത്തി വിചാരണ ചെയ്യാൻ കിട്ടിയ അവസരങ്ങളൊക്കെ പാർട്ടി തലത്തിൽ നഷ്ടപ്പെടുത്തി കളഞ്ഞു, അല്ലെങ്കിൽ അവരുടെ ഈഗോ ക്ലാഷുകൾ കൊണ്ടത് നഷ്ടപ്പെടുത്തി കളഞ്ഞു. ഇതൊക്കെ തന്നെയല്ലേ ഇനി 2026 അധികാരത്തിൽ വന്നാലും ആവർത്തിക്കാൻ സാധ്യതയുള്ളത്? ഇല്ല, അതിനോട് പൂർണ്ണമായും യോജിക്കാൻ കഴിയില്ല. കാരണം ഇപ്പോൾ സ്പ്രിംഗ്ലർ ഡേറ്റ കറപ്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്ന് ശ്രീ രമേശ് ചെന്നിത്തല കൊണ്ടുവന്ന വിഷയം കേരളത്തിൽ അതിശക്തമായി ഞങ്ങളടക്കം UDF ശക്തമായി മുന്നോട്ട് കൊണ്ടുവന്നു. അത് കോവിഡ് കാലയളവിലായിരുന്നത് കൊണ്ട് പ്രത്യക്ഷമായ സമരപരിപാടികൾ ആവിഷ്കരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും ബഹുജന ക്യാമ്പയിനുകളിലൊക്കെ നല്ല ഭംഗിയായി തന്നെ കൊണ്ടുവരാൻ കഴിഞ്ഞു. അതുപോലെ ഈ ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ, 2ാം പിണറായി സർക്കാരിൻ്റെ കാലഘട്ടത്തിലും നിരവധി ജനകീയ പ്രക്ഷോഭങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ദിനേന പുതിയ സംഭവവികാസങ്ങളാണ്.
ജനവിരുദ്ധ നയങ്ങളുടെ പരമ്പരയാണ്. ഇന്ന് നാളെ പത്രമെടുത്ത് നോക്കിയാൽ കാണുന്നത് പുതിയ നിരവധി സംഭവവികാസങ്ങളാണ്. കാരണം അത്രയ്ക്ക് നെഗറ്റീവ്സ് മാത്രമുള്ളൊരു ഗവൺമെൻറ്. ഇപ്പോൾ സമീപ ദിവസങ്ങളിലെ പത്രങ്ങളെടുത്ത് പരിശോധിച്ചാൽ ഇപ്പോൾ ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ടുള്ള ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേടുകൾ അത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് കത്രിക സംഭവം കേരളത്തിൽ ചർച്ചയാകുന്നത്. ഇങ്ങനെ ഓരോ ദിവസവും ആരോഗ്യരംഗത്തായാലും അതുപോലെ മുഖ്യമന്ത്രി നടത്തുന്ന പരാമർശങ്ങളായാലും ദിനേന വിവാദവൽക്കരിക്കപ്പെട്ട നിരവധി വിഷയങ്ങൾ സങ്കീർണമായി മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ എന്നും സമരം ചെയ്യാൻ മാത്രമേ കേരളത്തിന് കഴിയൂ. പിന്നെ കോൺഗ്രസ്സിനൊരു പാരമ്പര്യമുണ്ട്. അങ്ങനെ പ്രത്യക്ഷമായി CPM പോലെ തെരുവിലിറങ്ങി ഭീകരമായി സമരം ചെയ്ത് നാട് സ്തംഭിപ്പിക്കുന്ന ഒരു സമീപനം പൊതുവെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ശരിയാണ്, ഒരു ഹർത്താൽ പോലും നടന്നിട്ടില്ല ഈ 5 വർഷത്തിനിടയിൽ. സംസ്ഥാന തലത്തിലൊരു ഹർത്താൽ പോലും കോൺഗ്രസ് UDF അവരത് വേണ്ട എന്ന് വെച്ചതാണ്. ഞങ്ങൾക്കതിനോട് വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടത് വേറെ കാര്യം. പക്ഷേ അത്തരത്തിലൊരു സമീപനം സ്വീകരിക്കുന്ന പാർട്ടി എന്ന നിലയിൽ തീർച്ചയായിട്ടും അത് ജനങ്ങൾക്ക് നല്ലതുപോലെ ബോധ്യപ്പെടും. ഇപ്പം ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നുള്ളതാണ്. ആ കാര്യത്തിൽ ഒരു പരിധിവരെ കോൺഗ്രസിൻ്റെ സംഘടനാ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടും അവരുടെ പ്രവർത്തന ശൈലിയുടെ പശ്ചാത്തലത്തിലും ഒരു പരിധിവരെയൊക്കെ വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ശക്തമായ ഒരു ഭരണവിരുദ്ധ വികാരത്തിൻ്റെ തണലിൽ UDF അധികാരത്തിൽ വരാനാണ് ഇപ്പോൾ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഇന്ന് ഇലക്ഷൻ നടന്നാൽ തീർച്ചയായിട്ടും UDF അധികാരത്തിൽ വരാനാണ് സാധ്യത. പക്ഷേ ഒരു ജനതയെ സംബന്ധിച്ചിടത്തോളം പൗരന്മാരെ സംബന്ധിച്ചിടത്തോളം UDF അധികാരത്തിൽ വന്നാൽ കേരളത്തിൽ എന്ത് സംഭവിക്കുക അതൊരു പ്രതീക്ഷയുടെ കാര്യമാണ്. അത്ര ഒരു പ്രതീക്ഷ നമ്മൾ കുറച്ച് സമ്മിറ്റുകൾ നടത്തി, മീറ്റിംഗ് നടത്തി, നല്ല തലത്തിലെ ജാഥകൾ നടത്തി, നന്നായിട്ട് പ്രസംഗിക്കുന്ന നേതാക്കന്മാരുണ്ട്. ഓക്കെയാണ്, എനിക്ക് അതിൻ്റെ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ 2026 ഞാൻ കാണുന്ന ഒരു സാധ്യത, ബീഹാറിൽ തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അവിടെ രാഹുൽ ഗാന്ധിയാണ് ഭാരത് ജോഡോ യാത്ര നടത്തി ബീഹാറിൽ കോൺഗ്രസ് അതുപോലെ തന്നെ RJDയും കൂടി അധികാരം ഏറ്റെടുക്കും എന്ന് പറഞ്ഞ് വലിയ പ്രചരണങ്ങളുണ്ടായി. നമ്മുടെ ദൃശ്യമാധ്യമങ്ങൾ അതിന് വലിയ പ്രാധാന്യം കൊടുത്തു. ഫലത്തിലെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ വളരെ ദയനീയമായി അത് പരാജയപ്പെട്ടിടത്തല്ല പ്രശ്നം. കോൺഗ്രസിൻ്റെ ജയിച്ച MLAമാർ നേരെ പോയി നിതീഷ് കുമാറിൻ്റെ പാർട്ടിയിലേക്ക് ചേർന്നു, JDUവിൽ ചേരുക ചെയ്തത്. എന്ന് പറഞ്ഞാൽ ബീഹാറിനെ കോൺഗ്രസ് മുക്തമാക്കിയത് കോൺഗ്രസിൻ്റെ നേതൃത്വം തന്നെയാണ്. അതുപോലെ തന്നെ 26 കഴിയുമ്പോൾ കേരളത്തെ കോൺഗ്രസ് മുക്തമാക്കാൻ ഈ നേതാക്കന്മാരുടെ സംഭാവന വളരെ വലുതായിരിക്കുമെന്നാണ് എൻ്റെ നിരീക്ഷണം. ഒന്നിച്ച് സുശക്തമായി ഒരു ഗവൺമെൻറ് രൂപീകരിച്ച് ഭരിക്കാൻ ഇന്നത്തെ സാഹചര്യത്തിൽ UDFന് കഴിയുമോ എന്ന ഒരാശങ്ക, അത് രാഷ്ട്രീയ നിരീക്ഷണമല്ല, ഒരു പൗരൻ എന്നുള്ള നിലയിൽ എനിക്കുണ്ട്. അതിനെക്കുറിച്ചുള്ള അങ്ങയുടെ അഭിപ്രായം എന്താണ്? സംഘടനാപരമാണ്, രാഷ്ട്രീയവുമുണ്ട് കോൺഗ്രസ്സിന്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ദുർബലപ്പെട്ടു എന്നുള്ള വസ്തുതയാണ്. ബീഹാറിലും UPയിലുമൊക്കെ കോൺഗ്രസിൻ്റെ അവസ്ഥ ഈ നിലയിലായിട്ട് എത്രയോ ദശാബ്ദങ്ങളായി. പക്ഷെ കേരളത്തിലെ സ്ഥിതി അതല്ല. കേരളത്തിൽ ഹൈലി പൊളിറ്റിക്കലാണ് കോൺഗ്രസ്. ഓർഗനൈസേഷനിലാണ്, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ പോലും സംഘടനാപരമാണ്. അതുകൊണ്ട് ഇതൊക്കെ തീർച്ചയായിട്ടും അവർക്ക് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ കഴിയും. വളരെ മെച്യൂർഡായിട്ടുള്ളൊരു പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് കേരളത്തിലുണ്ട്. ഒരു സംശയവും വേണ്ട. ഗവൺമെൻറ് വന്നു കഴിഞ്ഞാൽ കെട്ടുറപ്പോടും ഐക്യത്തോടും എല്ലാവർക്കും നല്ല ബോധ്യമുണ്ട്. കഴിഞ്ഞകാല അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ എങ്ങനെയാണ് ഉമ്മൻചാണ്ടി ഗവൺമെൻറ് സത്യത്തിൽ അധികാരത്തിൽ നിന്ന് പോകാൻ ഇന്നർ കോൺട്രഡിക്ഷൻസ് ആണ് വളരെ പ്രധാനപ്പെട്ട കാരണം. അന്നുണ്ടായ പല സംഭവവികാസങ്ങളിലും അന്ന് പലരും നടത്തിയ പ്രതികരണങ്ങളും കോൺഗ്രസ് നേതൃത്വം തന്നെ ഉമ്മൻചാണ്ടിയെ അതിനിശ്ചിതമായി വിമർശിക്കുന്ന സ്ഥിതി വന്നപ്പോൾ ഉമ്മൻചാണ്ടിക്കെതിരായിട്ടുള്ള വികാരം അല്ലെങ്കിൽ CPM ഉയർത്തിക്കൊണ്ടുവന്ന ആക്ഷേപങ്ങൾ സ്ഥിരീകരിക്കപ്പെട്ടു, അത് ദൃഢീകരിക്കപ്പെട്ടു. അതിൻ്റെ പ്രതിഫലനമാണ് സത്യത്തിൽ തെരഞ്ഞെടുപ്പിൽ അത്രയേറെ കനത്ത തിരിച്ചടി UDF. ഇല്ലെങ്കിൽ ഈ തരത്തിലൊരു പരാജയം ഒരിക്കലും UDFന് ഉണ്ടാകില്ല. അപ്പോൾ അങ്ങനൊരു സാഹചര്യം, ആ അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ തീർച്ചയായും നല്ല യോജിപ്പോടെ കെട്ടുറപ്പോടുകൂടി പരസ്പരം വിട്ടുവീഴ്ച ചെയ്ത് സഹകരിച്ച് സഹായിച്ച് വിശ്വാസത്തിലെടുത്ത് ഒരു നല്ല ഗവൺമെൻറ് ഉണ്ടാകും. കൂട്ടുത്തരവാദ ബോധത്തോടുകൂടി പ്രവർത്തിച്ച് മുന്നോട്ട് പോകാൻ കഴിയും. അത് കേരളത്തിൻ്റെ ഭാവിക്ക് ഗുണകരമാകുന്ന സ്ഥിതിയിലേക്ക് മാറ്റി തീർക്കാൻ കഴിയും എന്ന നല്ല ശുഭാപ്തി വിശ്വാസമാണ് മുന്നണിയുടെ ഒരു പ്രധാന പ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് ആവർത്തിച്ച് പറയാനുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.